ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മധുകൃഷ്ണനാണ്. വീഡിയോ ഓൺ ചെയ്തോ? ഞാനൊരു ഇരുട്ടത്താണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഈ മാള കോളേജിൽ വന്നിട്ട് ഇവിടെ റൂമിൽ റേഞ്ചില്ല. അങ്ങനെ ഞാൻ അവരുടെ ഒരു യാർഡിൽ ഇറങ്ങി നിന്നിട്ടാണ് ബന്ധപ്പെടുന്നത്. ഓൺ ചെയ്യുന്ന സൗകര്യം കിട്ടുന്ന സമയത്ത് ഞാൻ ഓൺ ചെയ്യാം. ഓക്കെ. മിക്ക അധ്യാപകർക്ക് എന്നെ അറിയാം. നമ്മൾ ആലപ്പുഴ കോളേജിൽ വെച്ചിട്ട് എന്നെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും മിക്കവർക്കും അറിയാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ വളരെ വൈകിട്ടാണെങ്കിലും ഒരു കോളേജ് അധ്യാപകരുടെ അവരുടെ സാധ്യമായ കുട്ടികളെ നമ്മൾ മുഴുവൻ പ്രതീക്ഷിച്ചില്ലെങ്കിൽ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ കൃത്യസമയത്ത് തന്നെ എത്തുകയും ഇതൊരു വളരെ ഒരു താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നതിൽ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സ്വാഗതം എൻ്റെ വ്യക്തിപരമായിട്ടും കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. വളരെ സന്തോഷം. നമുക്ക് ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട VKD സാറ് വളരെ വിശദമായിട്ട് പറയുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ കിടക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളും എല്ലാവരും അടക്കം 10-27 പേര് നമ്മുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിലുണ്ട്. വളരെ സന്തോഷം. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരെയും അറിയാത്തതുകൊണ്ട് കോളേജിലെ മെൻ്റർ ടീച്ചർമാർ അവരുടെ സാധ്യമെങ്കിൽ വീഡിയോ കൂടി ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് പരിചയപ്പെടുന്ന നന്നായിരിക്കും. നമ്മൾ കൂട്ടായിട്ടൊരു പ്രോജക്റ്റിലേക്ക് ഇറങ്ങുകയാണല്ലോ. ഞാൻ ആരെയും പേരെടുത്ത് പറയാതെ ആദ്യം ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും എന്നൊരു അഭ്യർത്ഥനയാണ്. എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്നതാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. താങ്ക് യു. അധ്യാപകർ മുമ്പോട്ട് വന്നാൽ ഒരു 2 മിനിറ്റ് മതി. യെസ് പ്ലീസ്, ആരെങ്കിലും മുമ്പോട്ട് വരിക. ഞാൻ ആദ്യം ഡോക്ടർ രാജു സാറെ തന്നെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ചെങ്ങന്നൂർ കോളേജിലെ വളരെ വളരെ ആക്റ്റീവായൊരു IEEE യൂണിറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണത്. അതുകൊണ്ട് ഡോക്ടർ രാജു സാർ തന്നെ ആദ്യം ക്ഷണിക്കുകയാണ്. രാജു സാർ മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്ത് കയറണേ. ഇല്ല. പിന്നെ അവിടുത്തെ കോർഡിനേറ്റർ ആലപ്പുഴയില്ല. ബാലകൃഷ്ണൻ സാർ കേൾക്കാമോ? ഓഡിബിൾ ആണോ? ബാലകൃഷ്ണൻ സാർ, NR ബാലകൃഷ്ണൻ സാർ. രാജു സാർ, പ്ലീസ് വെൽക്കം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഒന്ന് വീഡിയോ കൂടി ഓൺ ചെയ്യാമോ? സാധ്യമെങ്കിൽ. ഞാൻ വീഡിയോ ഓൺ ചെയ്തു. ഞാൻ വന്ന കോളേജിൽ നിന്ന് തിരിച്ചെത്തിയതേ ഉള്ളൂ. ജസ്റ്റ് വന്നേ ഉള്ളൂ വീട്ടിലോട്ട്. നല്ലൊരു സംരംഭമാണ് VKD സാറിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നത്. അത് 24 കുട്ടികൾ എന്റെ കോളേജിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പലരും ഈ 7 മണി എന്ന് പറയുന്ന സമയം ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ക്യാൻഡിഡേറ്റ്സ്. ഒരു കറക്റ്റ് പള്ളിയിൽ പോകുന്ന സമയമാണ്. ആ സമയത്ത് അവർക്ക് കയറാൻ പറ്റുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. പിന്നെ ഇതുവരെ ആ നോട്ട്ബുക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അത് എത്തിക്കാമെന്നാണ് പലപ്പോഴും പറഞ്ഞത്. എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾ എത്ര പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്? ഞാൻ മൊബൈലിലാണ് കയറിയത്. ലാപ്ടോപ്പ് കോളേജിൽ ഇരിക്കുക, എടുക്കാൻ മറന്നുപോയി. മൊബൈലിലാണ് കയറിയത്. അതുകൊണ്ട് എനിക്ക് എത്ര കുട്ടികൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു.
ദാമോദരൻ സാർ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങി. അല്ല, ഇനി വേറെ ആരെങ്കിലും പരിചയപ്പെടുത്താൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ല, അവർ മുമ്പോട്ട് വന്നാൽ നല്ലത് തന്നെ, വരുന്നില്ലല്ലോ. ഏതായാലും നമുക്ക് തുടങ്ങിക്കളയാം. രത്നകുമാർ, എന്തെങ്കിലും ഓപ്പണിംഗ് പറയാനുണ്ടോ? ആദ്യം ഒരു സൈലന്റ് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഗുഡ് ഈവനിങ് ടു ആൾ. ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കോളേജ് ലെവലിലുള്ള കോർഡിനേറ്റ്സ് മാത്രമായിട്ടാണ് വിളിച്ചിരുന്നത്. കാര്യം അതിൽ തുടക്കത്തിൽ കുറച്ച് പുറകിലായിപ്പോയി ആലപ്പുഴ ജില്ല. അപ്പം അതിനുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് പ്രത്യേകമായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാമായിരിക്കും, നമ്മളിപ്പം 10 വിദഗ്ധരെ കൊണ്ട് നമ്മൾ ക്ലാസ് എടുപ്പിച്ച് കംപ്ലീറ്റ് നമ്മൾ ആ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ ഇതുവരെയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാതാണ്. അതിൻ്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും അത് റെക്കോർഡ് ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് ഗ്രീൻ എനർജി ഫോറത്തിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ വി കെ ദാമോദരൻ സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ ഊർജ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ആ മേഖലകളിൽ വളരെയധികം പരിചയമുള്ള ആളാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ IREയും ഗ്രീൻ എനർജി ഫോറമായിട്ട് ചേർന്ന് നടത്തുന്ന സംയുക്തമായ ഈ CSR പദ്ധതിയുടെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾ എങ്ങനെ തയ്യാറാക്കും, അതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം വിശദമായി അദ്ദേഹം സംസാരിക്കും. അതുപോലെ നിങ്ങളുടെ ഏത് കുറികളും പ്രോജക്റ്റ് തയ്യാറാക്കുന്ന ഏത് കുറികളും അദ്ദേഹം അതിന് ഉത്തരം നൽകും. നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പ്രോജക്റ്റുകളിൽ വന്നിട്ടില്ല. അത് പ്രോജക്റ്റുകൾ അയച്ചു തരേണ്ട ഇമെയിൽ അഡ്രസ്സും ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ദാമോദരൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആരുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ദാമോദരൻ സാറെ പ്ലീസ്. ഓക്കെ. നമുക്ക് ഈ ക്ലാസ് പ്രത്യേകിച്ചും നമുക്ക് മെൻറ്റർമാർക്ക്, അതായത് മെൻറ്റർ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് സത്യത്തിൽ ഈ പ്രോജക്റ്റ് നമ്മൾ നടത്തുന്നത്. നേരത്തെ പലതവണ നമ്മൾ പറഞ്ഞതാണെങ്കിലും എഴുതിയിട്ടുള്ളതാണെങ്കിലും നമ്മൾ കഴിഞ്ഞ 10 പ്രഭാഷണങ്ങളിലൂടെ അതിൽ ആദ്യത്തെ 1-2 എണ്ണം ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണെങ്കിലും ഇപ്പോഴും ചില ക്ലാസ്സുകളൊക്കെ നേരത്തെ ഈ പറഞ്ഞ മാതിരി ചില അസൗകര്യങ്ങളാൽ ചിലർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചില സംശയങ്ങളുണ്ട്. അതുപോലെ അപൂർവം ചില വിദ്യാലയങ്ങളിലേക്ക് ഈ വർക്ക് ബുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിന് അവർ ചെന്നപ്പോൾ അവിടെ ആൾക്കാരില്ലാതിരിക്കുക, അല്ലെങ്കിൽ എത്താതിരിക്കാൻ പറ്റാതെ, അങ്ങനത്തെ ഒരു 4-5 കേസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിൽ കോളേജ് ലെവലിൽ എത്രയുണ്ടെന്ന് അറിയില്ല. ഏതായാലും അത് ഉടനെ പരിശോധിച്ച്, ഇപ്പോൾ രാജു സാർ പറഞ്ഞ മാതിരി അദ്ദേഹം ഇതിൽ വളരെയധികം തൽപരനായിട്ടുള്ള ആളാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരമൊരു പ്രോജക്റ്റിന് പുറത്തും, അതായത് അതിനു മുമ്പും ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ ആലപ്പുഴയുടെ കോർഡിനേറ്റർ കൂടിയായിട്ട് കുറച്ച് താമസിച്ചാണെങ്കിലും നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് എഞ്ചിനീയർ NR ബാലകൃഷ്ണൻ. അദ്ദേഹം KSEBയിൽ നിന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. അതിനും പുറമെ എത്രയോ ദശകങ്ങളായിട്ട് ഒരു 10-40 വർഷത്തോളമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുഖ്യ സംഘാടകനും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടുക്കും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആളാണ് ബാലകൃഷ്ണൻ. അതുപോലെ മധുകൃഷ്ണൻ പല പ്രസ്ഥാനങ്ങളിലൂടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ECS, ഗ്രീൻ എനർജി ഫോറം, നേച്ചേഴ്സ് ഗ്രീൻ ഗാർഡിയൻ ഫൗണ്ടേഷൻ, ഇങ്ങനെ ഒട്ടേറെ NGOസിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മധുകൃഷ്ണൻ. അപ്പോൾ
രത്നകുമാർ സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ECS എൻവയൺമെൻറ്റ് ക്ലബ്ബുകൾ എങ്ങനെയാണ്, അല്ല എനർജി കൺസർവേഷൻ ക്ലബ്ബുകൾ എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഒട്ടുക്കും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നമ്പർ എന്ന് മാത്രമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് കേരളത്തിന് വെളിയിലേക്കും ഇതിനെ കൊണ്ടുപോയി. അപൂർവം ചില ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലും ഈ ക്ലബ്ബുകൾ സംഘടിപ്പിച്ച് വളരെയധികം പരിചയമുള്ള ആളാണ്. അതിനു പുറമെ കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖല ഇൻഡസ്ട്രീസിൽ മാനേജിങ് ഡയറക്ടറായിട്ട് 2, 3, 4 വ്യവസായങ്ങളിൽ എങ്കിലും വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനുമാണ്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെയാണ് ഈ പ്രോജക്റ്റിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ, പക്ഷെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപക്ഷെ ഇതിൽ എടുത്ത ഇപ്പോൾ കോളേജുകൾ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ 14 കോളേജുകളാണ് ഇപ്പോൾ ഇതിൽ സംബന്ധിച്ച് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ 14 പേരെയും ഞങ്ങൾക്ക് ആർക്കും തന്നെ നേരിട്ട് പോയി കാണാൻ അധികം പേർക്കും സൗകര്യം ഉണ്ടായിട്ടില്ല. മെൻറ്റർമാരുടെ ഒരു യോഗം ആലപ്പുഴയിൽ സെൻറ്റ് ജോസഫ്സ് വിമൻസ് കോളേജിൽ വെച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയിരുന്നു. അന്ന് വന്ന കുറേ അധ്യാപകരുണ്ടായിരുന്നു. അത് എല്ലാ ഗ്രൂപ്പിലും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം, UP വിഭാഗം, അതുപോലെ കോളേജ് വിഭാഗം, ഇങ്ങനെ എല്ലാത്തിലും കൂടി അന്ന് ഒരു 40-ലധികം ആളുകളാണ് അവിടെ ആകെ പങ്കെടുത്തത്. അതിൽ കോളേജ് ലെവലിൽ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാവരും ഈ ഇന്നത്തെ ചർച്ചയിലുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഞാൻ ഇതിന് തൊട്ടു മുമ്പ് വേറൊരു മീറ്റിംഗ് ഇന്ന് രാവിലെ മുതൽക്ക് ഒട്ടേറെ മീറ്റിങ്ങുകളുടെ ശ്രേണിയിലായിരുന്നു. അതും കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാനിത് ഓഫ് ചെയ്ത് നിന്നത്. ഇല്ലെങ്കിൽ അത് ഇനിയും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നീണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിൻ്റെ വിശദാംശങ്ങളെക്കാൾ കൂടുതൽ ഉടനെ നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് ഇറങ്ങാൻ, ഇത് ഞാൻ പറയാനുള്ളൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതിനെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൊല്ലത്ത് വെച്ച് IRE അധികൃതരുമായിട്ട് അവരുടെ കൊല്ലത്തുള്ള റിസർച്ച് ലാബിൽ വെച്ച് ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ കോർഡിനേറ്റർമാരും ഞങ്ങളെല്ലാവരും കൂടി, അവിടെ കമ്പനി ചീഫ് ജനറൽ മാനേജറും ഈ പ്രോജക്റ്റ് തരുന്ന ഡിവിഷൻ്റെ തലവന്മാരും ഒക്കെ കൂടി ഞങ്ങളൊരു മീറ്റിംഗ് കൂടി ഈ പ്രോജക്റ്റിൻ്റെ ഒരു കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനങ്ങളുടെ ഒരു റിവ്യൂ നടത്തുകയും. അപ്പം അതിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊല്ലം ജില്ലയിൽ പ്രോജക്റ്റ് ഫോർമേഷനും, അതായത് ചാലഞ്ച് സെലക്ട് ചെയ്യലും, അത് പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ തന്നെ പ്രാക്ടിക്കലായിട്ട് ചില പ്രോജക്റ്റുകൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ചിലരൊക്കെ തന്നെ അവരുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ടൈറ്റിൽ ഞങ്ങൾക്ക് അയച്ചു തന്ന് അതിലെന്തെങ്കിലും പരിഷ്കരണം വരുത്താൻ പറ്റുമോ, അതായത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രോജക്റ്റും മെച്ചപ്പെട്ട ഒരു സൊല്യൂഷനും കിട്ടത്തക്ക രീതിയിൽ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി പലരും ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സമീപനം കൂടി ഞങ്ങൾ അവിടെ അവർക്ക് ഇമെയിലിൽ കൂടി എല്ലാവർക്കും, ഇമെയിൽ അയച്ച എല്ലാവർക്കും മറുപടി അയച്ചു. സാധാരണഗതിയിൽ 24 മണിക്കൂറിനകം തന്നെ മറുപടി അയക്കാറുണ്ട്. നേരിട്ട് ഞാൻ തന്നെയാണ് എല്ലാ മറുപടിയും അയച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അത്തരം ആളുകൾ അവരുമായിട്ട് മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഇതിൽ അത്യാവശ്യം ഉടൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ താല്പര്യപൂർവ്വം ഇതിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളെ എല്ലാവരെയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ തരത്തിൽ ഇന്നവേഷന് വേണ്ടി ഒരു പരിശീലനവും പ്രോത്സാഹനവും നൽകി നമ്മുടെ കുട്ടികളിലുള്ള ഇന്നവേഷൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ അവരുടെ നൂതന ആശയങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ഇത്രയും സമയം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ തന്നെ എവിടെയും നടന്നിട്ടില്ല. കേരളത്തിൽ തന്നെ YIP എന്നുള്ള രീതിയിൽ KDISCിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ഗവൺമെൻറ് നടത്തുന്ന പ്രോജക്റ്റ്, ഈ ഇന്നവേഷൻ പ്രോജക്റ്റിൻ്റെ സ്കീം, അതിൻ്റെ ആളുകളുമായിട്ട് പ്രത്യേകിച്ച്
KDISCിൻ്റെ തലവനും അതുപോലെ ഈ ഇന്നൊവേഷൻ ഡിവിഷൻസിൻ്റെ തലവനും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഓഫീസേഴ്സിനെയും അവരുടെ ഓഫീസിൽ വെച്ച് അവർ കഴിഞ്ഞ 7 വർഷമായി YIPയിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു റിവ്യൂ എനിക്ക് അവരെല്ലാം കാണിച്ചു തന്നു. അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും അതിൽ നേടിയിട്ടുള്ള എന്തൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളതെല്ലാം പറഞ്ഞു തന്നു. അതേപോലെ അവരുടെ പ്രോജക്റ്റിനെ കുറിച്ച് ഞാനും ഈ പ്രോജക്റ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, 14 വർഷത്തോളം ടെക്ടോപ്പ് എന്ന പേരിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഇന്നൊവേഷൻ കോൺടെസ്റ്റ് നടത്തുകയും അതോടൊപ്പം നടത്തുന്ന ബൂട്ട് ക്യാമ്പുകളിൽ സാധാരണ 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബൂട്ട് ക്യാമ്പ് കൂടി 2 വർഷം കൂടുമ്പോൾ ഒരിക്കലായിട്ട് ഞങ്ങൾ നടത്താറുണ്ട്. അത് ഇന്ത്യയിലുള്ള പല പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലും പോയിട്ട് പല യൂണിവേഴ്സിറ്റികളിലും പോയിട്ട് ഓരോ കൊല്ലത്തെയും കോമ്പറ്റീഷനുകൾ നടത്താറുണ്ട്. കേരളത്തിലും കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വെച്ച് ഇത് നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഈ ബൂട്ട് ക്യാമ്പുകളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന 10-40 പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ 10-15 പേരെങ്കിലും അമേരിക്കയിലുള്ള MIT പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോലുമുള്ള വിദ്യാർത്ഥികൾ ഈ നമ്മുടെ കുട്ടികളുമായിട്ട് കൂടി ചേർന്ന് ഇന്നൊവേഷൻ്റെ പല വശങ്ങളും അവർ ഒന്നിച്ച് താമസിച്ച് 1 മാസം താമസിച്ച് വർക്ക് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്ത് MITയും സ്റ്റാൻഫോർഡൊക്കെ ഇന്നൊവേഷൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സർവകലാശാലകളാണ്. അപ്പോൾ അവരുടെ അനുഭവവും നമ്മളെ ഇന്ത്യയിലത്തെ കുട്ടികളുടെ അനുഭവവും പരസ്പരം കൈമാറാനും അതുവഴി 2 കൂട്ടർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റിലും ഞാൻ അതിൻ്റെ ട്രസ്റ്റിയായും അതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റി പാനലിൻ്റെ ചെയർ ആയിട്ടും ഒക്കെ തന്നെ 14 വർഷം വർക്ക് ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. അതിനു പുറമെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി, ഇപ്പോൾ കൗൺസിലാണ്, ആദ്യത്തെ 20 വർഷം അത് കമ്മിറ്റി എന്നുള്ള രീതിയിലായിരുന്നു. ആ കാലത്ത് ഏതാണ്ട് മുഴുവനായും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറും കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയും ഒക്കെ ആയി പ്രവർത്തിച്ചപ്പോൾ ഇന്നൊവേഷൻ എന്നുള്ള പേര് പറഞ്ഞില്ലെങ്കിലും ഈ തരത്തിലുള്ള ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒട്ടേറെ അവസരങ്ങൾ നൽകുകയും അങ്ങനെയുള്ള ചില കണ്ടുപിടുത്തങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടുന്ന സഹായം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടി ഞാൻ പറയാം, UN വേണ്ടി ഞാനൊരു 10-15 വർഷത്തോളം 40 രാജ്യങ്ങളിലായിട്ട് ഒട്ടേറെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും അതിനെ സൂപ്പർവൈസ് ചെയ്യുകയും ചില പ്രോജക്റ്റുകളെ മറ്റുള്ളവർ തയ്യാറാക്കിയതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ അനുഭവം എനിക്കുണ്ട്. ഇതെല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഗ്രീൻ എനർജി ഫോറത്തിലൂടെ നടപ്പാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒട്ടും താമസിയാതെ തന്നെ ഈ ആശയം രത്നകുമാറും പ്രൊഫസർ ലബ്ബ സാറും ഒക്കെ കൂടി കമ്പനി ചീഫ് മാനേജറെ IREയുടെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ 2 കൈയും നീട്ടി ഈ പ്രോജക്റ്റിനെ സ്വീകരിക്കുകയാണ്. ഇതിലെന്താണ് നമ്മൾ മുഖ്യമായും ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളുടെ പ്രോജക്റ്റ് ചെയ്യാനുള്ള കഴിവല്ല ഇതിൽ പരിശോധിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് വരുന്ന മുൻകൂട്ടി നമുക്ക് അതിനെക്കുറിച്ച് ഒരറിവുമില്ലാത്ത പ്രശ്നങ്ങളാണ് സമീപകാലത്തായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലുതാണ് കോവിഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതാത് കാലത്ത് ഗവൺമെൻറ്റിലും പുറത്തും പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് അതിന് പരിഹാരം കാണേണ്ടത്. കോവിഡിന് അങ്ങനെയാണല്ലോ. ഇന്ന് ആ കോവിഡ് കാലത്ത് നമ്മളിവിടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവരെല്ലാവരും തന്നെ പലരും മധ്യവയസ്കരും, കുറച്ച് പേരൊക്കെ കുറച്ച് പ്രായം കൂടിയവരും, ബാക്കിയുള്ളവർ തികച്ചും യുവാക്കളുമായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചത്. അതും മുൻകൂട്ടി ഇതിനെക്കുറിച്ചോ ഇതിൻ്റെ പ്രശ്ന പരിഹാരത്തെക്കുറിച്ചോ ഒരു ബോധവുമില്ലാതെയാണ് നമ്മൾ ചെയ്യേണ്ടി വന്നത്. അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് വളരെയധികം വർദ്ധിച്ചു കൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം അതെങ്ങനെയാണ് ഞങ്ങൾ ഗ്രീൻ എനർജി ഫോറത്തിൽ ഇത് ചർച്ച ചെയ്ത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തദ്ദേശീയമായിട്ടുള്ള നമുക്ക് അറിവ് കൊണ്ട് പറ്റുമോ? എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സംഗതികളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക,
വെളിയിൽ നിന്ന് വന്നിട്ടുള്ള, അത് മിക്കപ്പോഴും ഈ പാശ്ചാത്യ കൂടുതൽ വികസിതമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും അതിനെ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. അതിന് പകരം നമ്മൾ ഇതിലൊരു ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മളുടെ മുമ്പാകെ വരുന്ന പ്രശ്നം എന്തു തന്നെയായാലും, ഏത് വിഷയമായാലും, നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രശ്നത്തെ നിരീക്ഷിക്കുകയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് അതിനെ നേരിടാനും അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനും ശ്രമിക്കാനുള്ള ഒരു കഴിവ് എല്ലാവരിലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കോവിഡിൻ്റെ തന്നെ മാത്രമല്ല, ഒട്ടേറെ പ്രശ്നങ്ങൾ, വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ തന്നെ ഒട്ടേറെ നൂതനാശയങ്ങൾ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പല ആളുകളും വളരെ ചില സംഗതികൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നാട്ടിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രപ്പോസലുകളും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വരികയുണ്ടായി. ഇപ്പോൾ IEEE എന്ന സംഘടനയുടെ ഈ കോവിഡ് കാലത്ത് ഒരു 4-5 പുതിയ ഇന്നവേഷൻസ് നമുക്ക് അന്ന് ഉപയോഗിക്കേണ്ടി വരുന്ന പല യന്ത്ര സംവിധാനങ്ങൾക്ക് കൂടുതൽ ഈ രോഗികളുമായിട്ട് കൂടുതൽ സൗഹൃദമാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനം, ഇങ്ങനെ ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ഒട്ടേറെ പരിഹാരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു 4-5 പ്രോജക്റ്റിൽ കൂടി IEEE കേരള തന്നെ കണ്ടെത്തുകയും അത് ആഗോളതലത്തിൽ തന്നെ അത്തരം സംഗതികൾ പ്രചരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പലരും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റും അംഗീകരിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾ rescue.in എന്നുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ആ പ്ലാറ്റ്ഫോം സത്യത്തിൽ IEEE 5 യുവാക്കളാണ് ആ ആശയം, ഈ സംഭവം നടന്ന ഉടനെ തന്നെ അന്ന് രാത്രി തന്നെ ഒരാശയം ഉണ്ടാക്കുകയും ആ ആശയം നമുക്ക് നടപ്പാക്കാൻ സാധിക്കുമോ എന്ന് IEEE സീനിയറായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള പലരുടെയും ചോദിക്കുകയും അങ്ങനെ ഈ വിഷയം അന്ന് രാത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അദ്ദേഹം ശ്രമിച്ചോളാൻ പറയുകയും ചെയ്തു. വിത്തിൻ 24 hours അതിന് വളരെ ഫലപ്രദമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി. അത് ഗവൺമെൻറ് അംഗീകരിച്ചു, പിന്നെ അങ്ങനെ വികസിപ്പിച്ചു. അത് ഈ ഒരു ഇത് ഇലക്ട്രിക്കൽ IEEE മേഖലയിൽ പോലും കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേക ടെക്നിക്കുകൾ ഈ കുട്ടികൾ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇതിൻ്റെ നേതാവായിരിക്കുന്ന കുട്ടിക്ക്, ചെറുപ്പക്കാരന്, അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്വന്തം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NIT കാലിക്കറ്റിൽ നിന്ന് പാസ്സായ ആളാണ്. അദ്ദേഹത്തിന് ഒരു ആഗോള അവാർഡ് വരെ കൊടുക്കുകയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളിലും ഇത്തരം പ്രശ്നങ്ങൾ ആവശ്യം വരുമ്പോൾ പരിഹരിക്കാനുള്ള അതിനുള്ള എന്താ പറയേണ്ടത്, അതിനൊരു ത്വരയും അതേസമയം തന്നെ അതിനുള്ള കഴിവുകളും അവരുടെ മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് കൂടി അത്തരക്കാരായിട്ടുള്ള കൂടുതലാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ള കുറച്ച് പേരെ മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അതിലും കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലെങ്കിലും നമുക്ക് നമ്മളെ കുട്ടികളിൽ ഇത്തരം താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചൊന്ന് പോളിഷ് ചെയ്തെടുത്ത് നാളെ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ കഴിവുള്ള, അതിനുള്ള പരിഹാരം തേടാൻ ശ്രമിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളുകളാക്കി മാറ്റാനുള്ള അതാണ് സത്യത്തിൽ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ലക്ഷ്യം. നമ്മുടെ തന്നെ കുട്ടികളെ ഈ കഴിവുള്ളവരെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അധികൃതരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനും പുറമെ ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അതുപോലെ മറ്റ് പല സാങ്കേതിക, നമ്മുടെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, നമ്മുടെ ATU യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ പല യൂണിവേഴ്സിറ്റികളിലും അവർക്കൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കൂടുതൽ വികസിപ്പിക്കണം, അതിനുവേണ്ടി അവരാലാവുന്ന എല്ലാ സഹായവും സൗകര്യവും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും. അപ്പം ഇനി നമുക്കുള്ളത് എന്താണ്, ഇത്തരത്തിൽ താല്പര്യമുണ്ട്, കഴിവുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കുട്ടികളെ
താല്പര്യമുള്ളവരെ മാത്രം അവരെ നമ്മൾ കണ്ടെത്തി അവർക്ക് കൂടുതൽ വളരാനും ഈ രംഗത്ത് കൂടുതൽ പരിശീലനം നേടാനും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടുന്ന വർക്ക്ഷോപ്പ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം സൗകര്യമാണ് വേണ്ടത് അതൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കുവാനും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലുള്ള ഇൻഡസ്ട്രീസും തയ്യാറാണ് എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെന്റർ ടീച്ചേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരമാവധി ഗ്രൂപ്പുകളെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മൾ 6 ഗ്രൂപ്പുകൾ വീതം, അതായത് ഒരു വിദ്യാലയത്തിനകത്ത് തന്നെ, അത് കോളേജായാലും ഹൈസ്കൂൾ ലെവലായാലും UP-യിലായാലും ഒന്നിലധികം ഗ്രൂപ്പുകൾ അവർ ചുറ്റുപാടും നിരീക്ഷിച്ചിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്ത് അതിൽ 4 കുട്ടികൾ വേണമെന്ന് പറയുന്നത് വ്യത്യസ്ത അഭിപ്രായമുള്ള 4 കുട്ടികൾ അവർ പരസ്പരം ചർച്ച ചെയ്ത് ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് വികസിപ്പിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞെല്ലാം ഹരഹരോ എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നതിന് പകരം അതിനെ അവരവരുടെ ബുദ്ധിയും റേഷണാലിറ്റിയും യൂസ് ചെയ്ത് ചർച്ച ചെയ്ത് അവരൊരു പ്രശ്ന പരിഹാരത്തിലേക്ക് വരികയും ആ പരിഹാരം നടപ്പാക്കാവുന്നതാണോ എന്ന് സ്വയം പരിശോധിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു ജഡ്ജിങ് കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന് ഇന്ന ഒരു പ്രശ്നത്തിന് ഇന്നേ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ സാധ്യമാകും എന്ന് പറയുന്നത് വഴി അതേസമയം തന്നെ അവരുടെ വർക്ക് ബുക്കിൽ അവർ ഡേ 1 മുതൽക്ക് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവർ നേടിയിട്ടുള്ള അറിവുകളൊക്കെ വളരെ ചുരുക്കിയ പോയിൻ്റായിട്ട് ഇന്നേ ആളുടെ പ്രഭാഷണം കേട്ടു, അല്ലെങ്കിൽ ഇന്നേ ആളുടെ പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ തന്നെ മെൻ്റർ ടീച്ചർ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു, ഇതൊക്കെ അവർ ബ്രീഫായിട്ട് അതിൽ എഴുതി വെക്കുകയും എങ്ങനെയാണ് അവർ നിരീക്ഷണത്തിലൂടെ ഒരു പ്രശ്നം സെലക്ട് ചെയ്തത്, ആ പ്രശ്നത്തിന് എങ്ങനെയാണ് അവരുടെ അറിവ് പോരെങ്കിൽ പുറത്തുള്ള ആളുകളുടെ കൂടി അറിവുകൾ അന്വേഷിച്ച് അതിനെല്ലാം സമന്വയിച്ച് എങ്ങനെ അവരൊരു സൊല്യൂഷനിലേക്ക് പോയി എന്നുള്ളതും കൂടി അവർ വളരെ ബ്രീഫായിട്ട് അവിടെ എഴുതി വെച്ചാൽ ഈ പുസ്തകവും അവരുടെ പ്രസൻറ്റേഷനും കാണുമ്പോൾ നമുക്ക് തീർച്ചയായും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു വർക്കാണോ ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തും. ഇവിടെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെയോ 2 ആളെയോ 3 ആളെയോ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല ഇതിൽ ലക്ഷ്യം. ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള, അതായത് സാധ്യത കൂടുതലുള്ള, കൂടുതൽ താല്പര്യമുള്ള, കൂടുതൽ ആശയങ്ങൾ തള്ളി വരുന്ന എത്രത്തോളം യുവാക്കളെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ അവരെല്ലാം തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ പ്രോജക്റ്റിൻ്റെ അടുത്ത ഘട്ടം. അതിൻ്റെ ആദ്യം നമ്മൾ വേണ്ടത് ഓരോ ഗ്രൂപ്പിലും, ഇപ്പോൾ 6 ഗ്രൂപ്പ് വരെ ആകാമെന്ന് പറഞ്ഞു, ചില സ്ഥലത്ത് 6 ഗ്രൂപ്പ് പറ്റില്ല, 4 മാത്രമേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രയായാലും വേണ്ടില്ല, 1-ലധികം ഗ്രൂപ്പുകൾ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ ആരൊക്കെയാണ്, അവരുടെ പേര്, അവരേത് ക്ലാസ്, ഇപ്പോൾ എൻജിനീയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് വിഭാഗം, മറ്റു തരത്തിലുള്ള കോളേജാണെന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഡിസ്റ്റിങ്ഷ് ചെയ്യാനുണ്ട്, അതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ 4 പേരുടെ ഒരു ലിസ്റ്റും അവർ എടുത്തിട്ടുള്ള പ്രോബ്ലം എന്താണ്, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോജക്റ്റും ആ ഗ്രൂപ്പിനെയും രജിസ്റ്റർ ചെയ്യും. പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ വിദ്യാലയ ലെവലിൽ ആദ്യം ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ കോമ്പറ്റീഷനിൽ ഇപ്പോൾ 6 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 6 ഗ്രൂപ്പുകളും അവിടെയുള്ള ഒരു ജഡ്ജിങ് കമ്മിറ്റി, നമ്മളൊരു 3 പേരുടെ ഒരു ജഡ്ജിങ് കമ്മിറ്റി രൂപീകരിക്കും. അതിൽ മെൻ്റർ ടീച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും, വേറെ 2 പേരെ കൂടി നമ്മൾ കണ്ടെത്തും. അതിനുള്ള നിർദ്ദേശങ്ങൾ പിന്നീട് അയച്ചു തരാം. അപ്പോൾ അവർ നോക്കിയിട്ട് ഈ 6-ൽ ഏറ്റവും പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിന് നമുക്ക് ജില്ലാതല മത്സരത്തിലേക്ക് അയക്കാം. പിന്നീട് നമ്മൾ ജില്ലാതലത്തിൽ ഇങ്ങനെ അയച്ചിട്ടുള്ള ആളുകളെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ എണ്ണം കുറച്ച് അവസാന ഘട്ടത്തിൽ നമ്മളൊരു 10-12 പേരെ ഓരോ ജില്ലയിൽ നിന്നും അത് ഏറ്റവും മുന്തിയതായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള നല്ല ആളുകളുടെ അവർക്ക് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അംഗീകാരങ്ങളോ നൽകാതിരിക്കില്ല, അതുണ്ടാവും. പക്ഷേ അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ആളുകളെ നമ്മൾ വളരെ എന്താ പറയേണ്ടത്, വളരെ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി അവരുടെ വർക്കിനെയും അവരുടെ ചിന്താഗതിയെയും നമ്മളൊന്ന് വിലയിരുത്തി അതിൽ നിന്ന് ഒരുപക്ഷെ 1, 2, 3 സമ്മാനങ്ങൾ നമ്മൾ ഓരോ ജില്ലയിലും കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ജില്ലയിൽ നിന്ന്, ഇപ്പോൾ നമ്മളിപ്പോൾ വരുന്നത് കൊല്ലം ജില്ലയിൽ 83 വിദ്യാലയങ്ങളാണ്, കോളേജുകൾ അടക്കം 83 ആണ്. അവിടെ കോളേജുകൾ 14 ഉള്ളൂ.
ആലപ്പുഴ ജില്ലയിലും 14 കോളേജുകളാണ്. പക്ഷെ അവിടെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ട്രെയിനിങ് കോളേജ് അങ്ങനെയൊക്കെയുള്ള ആ തരത്തിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എണ്ണം കുറച്ച് കൂടുതലാണ്. കൊല്ലം ജില്ലയിൽ 39 ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നു 29 അതുപോലെ UP ആലപ്പുഴ ജില്ലയിൽ 22 മറ്റോ ഉണ്ട്. കൊല്ലം ജില്ലയിൽ 30 ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ കോച്ചിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ കോൺടെസ്റ്റൊക്കെ തന്നെ ഈ ഗ്രൂപ്പുകളിലായിരിക്കും. അതായത് കോളേജ് ലെവലിലുള്ള ആളുകൾ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും, ഇപ്പോൾ ഇത് ഞങ്ങൾ മാത്രമേ, എൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മാത്രമല്ല, ഒട്ടേറെ വിദഗ്ധന്മാരെ ഞങ്ങൾ പാനൽ ചെയ്തിട്ടുണ്ട്. ഇവർ ഒരുപക്ഷെ നിങ്ങളിൽ ചില മെൻ്റർ ടീച്ചേഴ്സിനെയും ഞങ്ങൾക്ക് അതിലേക്ക്, ആ പാനലിലേക്ക് ഇനിയും ചേർക്കേണ്ടി വരും. അവർ മൊത്തത്തിൽ അവരുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ആ ഗ്രൂപ്പും ഇവരും തമ്മിൽ കൊടുക്കാനുള്ള വേറെയും എക്സ്പേർട്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ YIPയിലുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസർമാരും അവരും സമ്മതിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടുന്ന എല്ലാ ഇൻപുട്ടും കൊടുക്കാമെന്നും. അത് കഴിഞ്ഞ് അവസാന ഘട്ടം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിനപ്പുറം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്, ഈ കുട്ടികൾക്ക് ഒന്നുകിൽ ഈ ആശയത്തെയോ അല്ലെങ്കിൽ അതിനുശേഷം അവർക്കുണ്ടാവുന്ന ഏതെങ്കിലും നല്ല ഒരു ആശയത്തെക്കുറിച്ച് അത് റിയലൈസ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും, കേരളത്തിനകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അവർക്ക് ഉണ്ടാക്കുന്നതാണ്. അവരതിനെക്കുറിച്ച് യാതൊന്നും, പക്ഷേ ഇപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ പരീക്ഷിക്കുന്നത് എങ്ങനെ ഇവർ ഈ പ്രശ്നം കണ്ടെത്തി അതിനെ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് അവരെ പിച്ച് ചെയ്യണം. അവസാനത്തെ ഇപ്പോൾ 4 പേരുള്ള ഒരു ഗ്രൂപ്പിന് 8 മിനിറ്റ് സമയം കൊടുക്കും. അതിൽ 4 പേരും അതിൻ്റെ ഒരു പങ്ക് 2 മിനിറ്റ് വീതം സംസാരിക്കണം. അത് അവർക്ക് ആ ഗ്രൂപ്പിന് തീരുമാനിക്കാം ആദ്യം ആര് സംസാരിക്കണം, അയാൾ എന്തൊക്കെ ഏരിയ കവർ ചെയ്യണം, രണ്ടാമത്തെ ആൾ, അങ്ങനെ അത് അവർ റെഡിയായി വന്നു കഴിഞ്ഞാൽ ഈ 8 മിനിറ്റ് കൊണ്ട് അവർ ചെയ്യുന്ന അവതരണവും അവരുടെ ബുക്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ചെറിയ നഖചിത്രം വെച്ചിട്ടുള്ള അതും കൂടി വിലയിരുത്തിയിട്ടായിരിക്കും നമ്മൾ ഇതിൽ മികച്ച അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള ജഡ്ജിങ് കമ്മിറ്റിയൊക്കെ ഉണ്ടാവും. അത് നമുക്കത് ആ കാര്യം പിന്നീട് ചെയ്യണം. അപ്പോൾ ഉടനെ നമുക്ക് വേണ്ടത് ഈ 4 പേരുള്ള ഗ്രൂപ്പുകൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും മെൻ്റർ ടീച്ചർമാർ നമുക്ക് രത്നകുമാർ സാറിന് അയച്ചു കൊടുക്കുക. അപ്പോൾ അത് ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ആക്സസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ജില്ലാ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ശ്രീ മധുകൃഷ്ണൻ്റെ എടുക്കുകയോ അല്ലെങ്കിൽ NR ബാലകൃഷ്ണൻ്റെ എടുക്കുകയോ ആലപ്പുഴക്കാർ കൊടുക്കുക. അപ്പോൾ അങ്ങനെ അത് എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കോളേജ് ഗ്രൂപ്പിൽ 14 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേ ഉള്ളൂ, കോളേജുകളേ ഉള്ളൂ. ഈ 14 സ്ഥാപനങ്ങളിൽ നിന്നും ഉടൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പം വെക്കേഷനാണ് വരാൻ പോകുന്നത്. അത് നമ്മളെ കോളേജുകളുടെ അവരവരുടെ കോളേജുകളുടെ ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ അത് മെൻ്റർമാർക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. നമ്മളിപ്പോൾ മെയ് എൻഡ് വരെയും ഇവർക്ക് ഈ ആശയത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ മെൻ്റർ ടീച്ചർമാരുടെ സഹായത്തോടു കൂടി ഈ ഗ്രൂപ്പിനെ കണ്ടെത്താൻ നമ്മൾ സമയം കൊടുക്കുകയാണ്. അവർക്ക് ധാരാളം ലിഷറുണ്ട്. അവർക്ക് വെക്കേഷൻ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ ആ പീരീഡിലും അവർക്ക് വർക്ക് ചെയ്യാം. പരീക്ഷ അതിൻ്റെ ഇടയിൽ വരുന്ന ആ സമയത്ത് അവർ വർക്ക് നിർത്തിവെച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ജൂൺ നമ്മളൊരു 10-ാം തീയതിക്ക് ശേഷം നമ്മൾ വിദ്യാലയ തലത്തിലുള്ള, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ള കോൺടെസ്റ്റുകളൊക്കെ നടത്തി അതൊരു ദിവസം കൊണ്ട് നമുക്ക് സമാന്തരമായിട്ട് എല്ലാ സ്ഥലത്തും നടത്താവുന്നതാണ്. അത് കഴിഞ്ഞുള്ള ആളുകൾ നമ്മൾ പിന്നെയും അവർക്കൊരു 2 ആഴ്ച സമയമെങ്കിലും കൊടുത്ത് അവരുടെ ആശയം പ്രസൻറ്റ് ചെയ്യുന്നതിൽ കുറച്ചുകൂടി മിടുക്കുകളൊക്കെ, കാരണം അവരൊരു ജില്ലാതല മത്സരത്തിന് പോവുകയാണ്. അവിടെ കുറച്ചുകൂടി നന്നായിട്ട് ഓരോ ആളും നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ സ്ഥാപനത്തിനും അവരുടെ മെൻ്റർമാർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അവർക്ക് മാത്രമല്ല എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ഉടനെ നമുക്ക് വേണ്ടത്. ഇവരുടെ ടോപ്പിക്ക് കിട്ടണം, ഈ ഗ്രൂപ്പിലത്തെ ആളുകളുടെ പേരും അവരുടെ ക്ലാസ്സും സംഗതികളും വേണം. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്പർ ചെയ്ത് വെച്ച് ഇനി അങ്ങോട്ടുള്ള അവരുടെ എല്ലാ പ്രോഗ്രസ്സും ഈ ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ആദ്യം ചെയ്യണം. രണ്ടാമത്തത്, അവർക്ക് ഈ വെക്കേഷൻ പീരീഡിൽ, അതായത് ഇപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ
അവർക്ക് ആ വർക്ക് ചെയ്യാൻ അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവർ തമ്മിലുള്ള ഇടയ്ക്കുള്ള ചർച്ചകളിൽ കൂടി ആശയം രൂപീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചിലരൊക്കെ ഗ്രൗണ്ടിൽ ചെയ്യാവുന്ന പ്രോജക്റ്റുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്തരക്കാർ അങ്ങനെ ആയിക്കോട്ടെ. അതിന് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ പിടിച്ചിട്ട് നമ്മൾ ഇവാലുവേഷന് വേണ്ടി ഇങ്ങോട്ട് അയച്ചാൽ മതി. നമ്മളെല്ലാവരും ഫീൽഡിൽ പോയി തന്നെ കാണണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും മോഡലുകൾ കാണിക്കാനുണ്ടെങ്കിൽ അത് അവർക്ക് ജഡ്ജ് ചെയ്യുന്ന അവസരത്തിൽ ആ ലെവലിൽ, വിദ്യാലയ ലെവലിലും മറ്റേ ലെവലിലും അവർക്ക് കൊണ്ടുവന്ന് കാണിക്കാം. പക്ഷേ അതിന് ഈ ഫിനിഷ്ഡ് പ്രോജക്റ്റിന് മാത്രമല്ല നമ്മുടെ മാർക്ക്, നമ്മുടെ വിലയിരുത്തൽ എന്നുള്ളത് കാരണം നമ്മുടെ ഉദ്ദേശം ഇത്തരത്തിലുള്ള ഇവരുടെ കഴിവുകളെ വളർത്തുക എന്നുള്ളതാണ്. അത് എത്രമാത്രം നടന്നു എന്നുള്ളതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമായി പിച്ച് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമാർക്ക് തീരുമാനിക്കാൻ പറ്റും ഇത് പ്രാവർത്തികമാവുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഇതൊക്കെ ഫിനിഷ് ചെയ്യാൻ പല പ്രോജക്റ്റുകൾക്കും പല ആശയങ്ങൾക്കും സമയ വ്യത്യാസമാണ്. ചില കൂട്ടർക്ക് 2 ആഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചില ആളുകൾക്ക് 6 മാസം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റു ചില പ്രോജക്റ്റുകൾക്ക് ഒരുപക്ഷെ 4 സീസണും കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയം നമുക്ക് ഇപ്പോൾ കൊടുക്കാനില്ല. അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്ന ആളുകളെ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ വികസിപ്പിക്കാനുള്ള അതിൻ്റെ തുടർന്നുള്ള പരിശീലനവും സൗകര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഏർപ്പെടുത്തും. അത് അത്രയും ആളുകളിൽ ഒതുങ്ങും. അപ്പം അതുകൊണ്ട് ഈ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അതുകൊണ്ടാണ് വർക്ക് ബുക്കും ഇവാലുവേറ്റ് ചെയ്യും, ഇവർ ഓരോരുത്തരും പിച്ച് ചെയ്യുന്നതിന് മാർക്കുണ്ട് എന്ന് പറഞ്ഞത്. മെൻ്റർ ടീച്ചർമാർ അവരെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ 4 പേരും അതിൽ താല്പര്യമെടുത്ത് അവരുടെ ഓരോരുത്തരുടെയും കഴിവ് പുറത്ത് കാണിക്കാൻ ശ്രമിക്കുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറ് ഇത്തരത്തിൽ 2-3 പേരുടെ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അതിലൊരു നേതാവ് ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യുന്നവർക്ക്. ആ രീതിയിൽ പോരാ, നമുക്ക് ഇതിൽ 4 പേരും സജീവമായിട്ട് ഇതിൽ പ്രവർത്തിച്ചു എന്ന് അവർക്ക് പറയാൻ കഴിയണം. അതാണ് നമ്മുടെ ഇതിൻ്റെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റേത്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ജൂൺ മുതൽക്ക് ഒരു 2-3 ആഴ്ച കൊണ്ടായിരിക്കും നമ്മൾ ഫൈനൽ ഇവാലുവേഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇതിന് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സജസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മളിതിൻ്റെ ഫൈനൽ ഡേറ്റുകളും ഫൈനൽ മെത്തേഡുകളൊന്നും നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഏകദേശം ഒരു രൂപമേ ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരു ധാരണയേ ഉള്ളൂ. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകിൽ ഇപ്പോൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞും ഇമെയിലായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ടെലിഫോൺ വിളിച്ച് ആശയങ്ങൾ തരിക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെല്ലാം നമുക്ക് അക്കമഡേറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ മുസ്ലിം സ്റ്റുഡൻസിന് റംസാൻ പീരീഡിലുള്ള പ്രശ്നം പറഞ്ഞു. ശരിയാണ്, അത് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി കംപ്ലീറ്റ് ഈ ക്ലാസ്സുകൾ നിർത്തിവെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഇനിയും നീണ്ടുപോകും. നമുക്ക് ഒരു കൊല്ലത്തെ പ്രോജക്റ്റാണ്. നമ്മളിത് ജൂലൈ എൻഡിലാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ജൂലൈ എൻഡിന് മുമ്പ് നമ്മൾ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടും അക്കൗണ്ടുകളും എല്ലാം കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ പ്രോജക്റ്റിൻ്റെ ജില്ലാതല മത്സരത്തിന് വരാൻ വേണ്ടിയുള്ള ട്രാവൽ എക്സ്പെൻസസ് ഒരു പാക്കേജ് എമൗണ്ട് ആക്കി നമ്മൾ ഏകദേശം കണക്കാക്കി, കോളേജ് കുട്ടികൾ അവരെ തനിയെ വരും, അപ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ്. ഹൈസ്കൂൾ UP ലെവലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ UPക്കാരുടെ കൂടെ ഒന്നുകിൽ അവരുടെ മെൻ്റർ ടീച്ചറോ അല്ലെങ്കിൽ ഒരു പാരൻറ്റോ ആരെങ്കിലും അവർ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ആരെങ്കിലും കൂടെ വന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് കൂടി നമ്മൾ അവരുടെ മിനിമൽ TA എക്സ്പെൻസ് നമ്മൾ കൊടുക്കും. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാലുള്ള ഭക്ഷണ സംഗതികളൊക്കെ എല്ലാം ഏറ്റെടുത്തോളം പ്രോജക്റ്റിനകത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും, ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ വെക്കേഷൻ പീരീഡിൽ അവർക്ക് ആരെങ്കിലും ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം സന്ദർശിച്ച് അവർക്ക് ചില ആശയങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന അനുമതിയും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാനും ഞങ്ങൾ പ്രോജക്റ്റ് ഇതിലുള്ള കോർഡിനേറ്റേഴ്സ് അറിയിച്ചാൽ മതി. ഞങ്ങൾ അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അവിടെയുള്ള ഗ്രൂപ്പിലത്തെ കുട്ടികളെ വിളിച്ച്, ലീഡേഴ്സ് മാത്രമല്ല, എല്ലാ 24 കുട്ടികളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ വിളിച്ചിതൊന്ന് ബ്രീഫ് ചെയ്ത് അവരെ ഒന്ന് സജ്ജമാക്കി നിർത്തി, പിന്നീട് ആ ഒരു പ്രോബ്ലം ഷേപ്പ് ചെയ്യുന്നതിൽ മാത്രം നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ
ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നല്ല പ്രോജക്റ്റ്. ഇപ്പം ഞാൻ കൊല്ലത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ചില പ്രോജക്റ്റുകൾ വായിച്ചു നോക്കിയപ്പോൾ ചില വിദ്യാലയങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള 6 പ്രപ്പോസൽസും നല്ല ഉഗ്രൻ പ്രപ്പോസൽസാണ്, നല്ല ഐഡിയ ഉള്ള. അവരത് നിരീക്ഷിച്ച് തന്നെയാണ് അവർ പ്രോബ്ലം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ഇനി അവർ എന്ത് രീതിയിലുള്ള സൊല്യൂഷൻ കാണുമെന്നുള്ളത് നമ്മളിനി കാണേണ്ട സമയം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നീങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ നമുക്കത് എത്രയും പെട്ടെന്ന് നടത്താൻ കഴിയുന്ന രീതിയിൽ ഒരു സജഷൻ വന്നിരിക്കുന്നത്, ഈ ഓരോ ജില്ലയിലും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് 1-2 പ്രാദേശികമായിട്ടുള്ള ഓഫ്ലൈൻ ക്യാമ്പുകൾ, അത് താല്പര്യമുള്ളവർ മാത്രമാണ്. ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള 4 പേരും വരണമെന്നില്ല, ആ ഗ്രൂപ്പിൽ നിന്ന് 1-2 വന്നാൽ മതി. പക്ഷേ അവർക്ക് നേരിട്ട് 1-2 വിദഗ്ധന്മാരെയും കോർഡിനേറ്റർമാരെയും കണ്ട് അവരുടെ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ 1-on-1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഒരു അവസരം ഞങ്ങളുണ്ടായി. ഒരു ഹാഫ് എ ഡേ കൊണ്ട് നമുക്ക് അത്രയും മാത്രമേ ഉണ്ടായി. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള ഇപ്പോൾ കോളേജ് ഗ്രൂപ്പിനെ എല്ലാം വിളിച്ച് എല്ലാവരെയും കൂടി ഒരു ദിവസം എവിടെയെങ്കിലുമൊക്കെ, അത് നമ്മൾ അതിൻ്റെ ജോഗ്രഫി നോക്കിയാൽ നമുക്ക് ഏറ്റവും അധികം കൂടുതൽ യാത്ര ചെയ്യേണ്ടതില്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വെച്ച് നമുക്ക് ഇവരെ കണ്ട് അതിന് നമ്മൾ ഈ കോർഡിനേറ്റേഴ്സും അവരുടെ കൂടെ 1-2 വിദഗ്ധന്മാരെയും നമുക്ക് ഏർപ്പെടുത്തി അങ്ങനത്തെ 1-2 ഓഫ്ലൈൻ ക്യാമ്പുകൾ നമുക്ക് ഓരോ ഗ്രൂപ്പിനും നമുക്ക് ഓരോ ജില്ലയിലും ചെയ്തു കൊടുക്കാൻ കഴിയും. അത് നമ്മൾ ആലോചിക്കും. അപ്പം അതിനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളിൽ നിന്ന് വരണം. അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള, ഏറ്റവും ആവശ്യമുള്ള എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞ് നിങ്ങളൊരു നിർദ്ദേശം തന്നാൽ അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. പിന്നെ മൊത്തത്തിൽ ഈ പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെപ്പോലെയുള്ളവർ പലരും വളരെയധികം അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. അപ്പം നിങ്ങളുടെ ചെറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ മേന്മ ഒരുപക്ഷെ അഖിലേന്ത്യാ തലത്തിലേക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു ശ്രമമായിരിക്കും. ഇതുവരെ ഈ രീതിയിൽ ഇന്നൊവേഷൻ ട്രെയിനിങ്ങിനുള്ള ഒരു പരിപാടി തയ്യാറാക്കിയിട്ടില്ല. ഞങ്ങൾ തന്നെ ഇത് ഒരു റാൻഡമായിട്ടാണ് 10 പേരെ തയ്യാറാക്കി ഇത് ചെയ്തത്. അതിനെയും നമുക്ക് ഇനിയും വേണേൽ പരിഷ്കരിക്കാം. ഈ ക്ലാസ്സുകൾ ഇപ്പം തന്നെ നമുക്ക് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആർക്കും വേണേൽ കാണാം. പക്ഷേ ഇതിൻ്റെ എല്ലാം സബ്സ്റ്റൻസും ഇതുപോലെയുള്ള ചില കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ട് നമ്മളൊരു ചെറിയ ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കാനുള്ള ഐഡിയയുണ്ട്. അതിനെക്കുറിച്ചും വർക്ക് ചെയ്യുന്നു. അത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇപ്പോൾ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പ്രവർത്തനങ്ങളെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. അപ്പോൾ ഇനി ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയുള്ള ഒരു 10-15 മിനിറ്റ് കൂടിയുണ്ട്. നമുക്ക് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വ്യൂസ് വരട്ടെ. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു അനൗൺസ്മെന്റ് എന്ന് വെച്ചാൽ ഈ ബുക്ക് കിട്ടാത്തൊരു കാര്യം ഡോക്ടർ രാജു സാർ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ബുക്ക് കിട്ടാത്ത സ്ഥാപനം ഉണ്ട്, ചാറ്റ് ബോക്സ് കിട്ടാൻ ഞങ്ങൾ ശ്രദ്ധിക്കാനകത്ത് കിട്ടാത്തുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇമെയിൽ ഉണ്ട്, greenenergy4m3@gmail.com. അത് ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഈ പ്രോജക്റ്റ് തന്നാൽ പോലും അത് പ്രോജക്റ്റിന്റെ പ്രപ്പോസൽ നമ്മൾ വേണ്ടത്ര കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അത് BK ദാമോദർ സാറ് പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാ കുറിക്കും മറുപടി തരും. ഇനി നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പ്ലീസ്. സാർ നമസ്കാരം, ഞാൻ മധുകൃഷ്ണനാണ്. സാർ നമ്മൾ ഇതിൽ കുറച്ച് പേരെങ്കിലും പുതുതായി ഈ ആശയവുമായി ബന്ധപ്പെട്ട ആൾക്കാരിനകത്തുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. കാർബൺ ന്യൂട്രൽ ലിവിങ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചെറിയ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് അതിന് ഉള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ്. കാർബൺ ന്യൂട്രൽ ലിവിങ് എന്നാണ് നമ്മുടെ ഫോക്കസിങ് സബ്ജക്റ്റ്. കാർബൺ ന്യൂട്രൽ ലിവിങ് ഫോർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അതെ. സാർ ഒന്ന് ഡീറ്റെയിൽ ചെയ്താൽ നന്നായിരുന്നു. ഒരു 2 മിനിറ്റ്. അതെ, കാർബൺ ന്യൂട്രൽ ലിവിങ് ഫോർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളും, ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണം, കരമലിനീകരണം, പിന്നെ ജലലഭ്യത വർദ്ധിപ്പിക്കുക. ചില സ്ഥലങ്ങളിൽ സീസണലായിട്ടെങ്കിലും നമ്മളെ കേരളത്തിൽ ഷോർട്ടേജ് ഉണ്ട്. കുറച്ച് അങ്ങോട്ട് വരുമ്പോഴേക്ക് കൂടുതൽ
പ്രശ്നം വരും. ഉദാഹരണത്തിന് കേരളത്തിൽ ഇന്ന് ആകപ്പാടെ നമ്മൾ എടുത്തുപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ 10% വീട്ടുപയോഗങ്ങൾക്കായിട്ട് പോകുന്നത്. 20%, 19-20% വ്യവസായം, കൊമേഴ്സ്, അതായത് കച്ചവടം, ഇങ്ങനെ വേറെ പല പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ. വീട്ടുപ്രവർത്തനമല്ലാത്ത മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് പോകുന്നത് 20%. ബാക്കി 70%, 69-70%, ഇത് ആഗോള ശരാശരിയും കൂടിയാണ്. 1-2% വ്യത്യാസമേ ഉള്ളൂ. കേരളത്തിൻ്റെ ഞാൻ കഴിഞ്ഞ 5-8 വർഷത്തേക്കുള്ള ഡാറ്റ ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 70% ഇറിഗേഷനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിന് ഷോർട്ടേജ് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കാണാൻ ആലോചിക്കാവുന്ന ഏറ്റവും എളുപ്പവും ലോജിക്കലുമായിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഷോർട്ടേജ് അധികം എന്ന് പറയുന്നത് നമ്മൾ കുടിവെള്ളത്തിൻ്റെ ക്ഷാമവും അതുപോലെ തന്നെ മറ്റ് ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള കമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ക്ഷാമവുമാണ് എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടുക. മറ്റതാകുമ്പോൾ വലിയ വരൾച്ച വരുമ്പോൾ കൃഷി പോകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് കൃഷി നശിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഇന്നുള്ള ടെക്നോളജികൾ യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് ഒരുപാട് പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ഈ ടെക്നോളജികൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഇന്നുള്ള അതേ കൃഷി, അതിന് ആവശ്യമായ വെള്ളം നമുക്കൊരു 10% കുറച്ച് സാധിക്കുമോ? 70-ന് പകരം 60% വെള്ളം നമുക്ക് ഉപയോഗിച്ച്, അതായത് ഒരു 70-ൽ നിന്ന് നമ്മൾ 60-ലേക്ക് ഒരു കുറവ് ചെയ്താൽ നമുക്ക് ആ 10% മറ്റ് 2 മേഖലകളിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ 5-10 വർഷത്തേക്കുള്ള ജലക്ഷാമം നമുക്കങ്ങ് തീരും. അതിനുള്ള ടെക്നോളജികൾ പല രീതിയിലുണ്ട്. ടെക്നോളജികൾ മാത്രമല്ല, ചിലപ്പോൾ ചെറിയ പ്രാക്ടീസ്, നമ്മൾ കുളിക്കുന്നതിനുള്ള വെള്ളം, അല്ലെങ്കിൽ നമ്മൾ ഒരു ചെടി നനയ്ക്കുന്നതിനുള്ള വെള്ളം, അല്ലെങ്കിൽ നമ്മളൊരു കാറോ സ്കൂട്ടറോ കഴുകുന്നതിനുള്ള വെള്ളം, ഇതിൻ്റെയൊക്കെ അളവിൽ നമുക്ക് കുറവ് വരുത്താനും, ചിലപ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച വെള്ളത്തെ ചെറിയൊരു നാച്ചുറലായിട്ടുള്ള പ്രോസസ്സ് വഴി ശുദ്ധീകരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ കൃഷിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റാനുള്ള വളരെ ചിലവ് കുറഞ്ഞ ടെക്നോളജികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ ഇപ്പോഴുള്ള പുതിയ ഇലക്ട്രോണിക് ടെക്നോളജികളും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ആകർഷമാണ്, അത് ഊർജം ലാഭിക്കാനുള്ള ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം തന്നെ നമ്മൾ ഈ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയിലേക്ക് നമ്മുടെ ജീവിത ലൈഫ് സ്റ്റൈലിനെ മാറ്റിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ കൂടി നമുക്ക് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റം കൊണ്ട് നമുക്ക് എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആക്കാൻ. ഭക്ഷണം, നമ്മൾ ഇന്നലെ വരെ കഴിച്ചുകൊണ്ടിരുന്ന ചില ധാന്യങ്ങളും ചില പഴങ്ങളും ചില പച്ചക്കറികളൊക്കെ തന്നെ ഒരുപാട് വെള്ളം വേണ്ടതാണെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം വേണ്ടതില്ലാത്ത കൃഷികൾ നമുക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അത് UP കുട്ടികൾക്ക് പോലും പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന, നമ്മൾ അനുഭവിക്കാൻ വേണ്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ ഉള്ള ഒരു ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം ക്രമേണ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അവർ ആ രീതിയിൽ ചിന്തിക്കും. പലപ്പോഴും കുട്ടികളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ ഈ കഴിഞ്ഞ 10 ലെക്ചേഴ്സ് നടത്തിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് സ്കൂൾ ലെവലിലുള്ള വിദ്യാർത്ഥികളിൽ. കോളേജ് ലെവലിൽ നിന്നുള്ള ഒരു കുട്ടി പോലും, അല്ലെങ്കിൽ ആരും തന്നെ ചോദിച്ചാൽ 1-2 പേര് മാത്രമാണ് മെൻറ്റേഴ്സ് അതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മറ്റേ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ആവേശത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് പലപ്പോഴും ടോക്കിൻ്റെ സമയം നീട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ സംസാരിച്ച എല്ലാവർക്കും വളരെ സംതൃപ്തി നൽകിയത് ഈ കുട്ടികളുടെ ആവേശമായിരുന്നു. അപ്പോൾ ആ ആവേശത്തിന് നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എങ്ങനെ അടുപ്പിക്കാം? ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഏത് രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് ഇതിൽ? ഇലക്ട്രോണിക്കലായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യാം, ചിലപ്പോൾ AI, വളരെ പരിമിതമായ ലെവലുള്ള AI ഉപയോഗിക്കുന്ന, അത് കോളേജ് ലെവലിലുള്ള ആയതുകൊണ്ട് പറയാം. അതുപോലെ പിന്നെ ഈ സോളാർ അല്ലെങ്കിൽ ഇറിഗേഷനിലെ ചെറിയ ചില സൂത്രങ്ങൾ, സോളാർ എനർജി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ തന്നെ അഗ്രി വോൾട്ടേക്സ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ടെക്നിക്കുണ്ട്. പുതിയ ടെക്നിക്കല്ല, പഴയത് തന്നെ. അതായത് സോളാർ ഹീറ്റ് കൊണ്ട് നമ്മൾ സോളാർ ഇതിലെ വെള്ളം നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്ത് ശുദ്ധജലം ലഭ്യമാക്കുകയും, അതുപോലെ തന്നെ സോളാർ പാനൽസ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയും, ഇതിൽ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയും
ജലക്ഷാമമുള്ള ഒരു സ്ഥലത്ത് പോലും നമുക്ക് കൃഷി ഇതിനെ നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനെ വളരെ കണിശമായിട്ട് ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കും. വാട്ടർ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി എളുപ്പമാകും. ട്രഡീഷണൽ മെത്തേഡ്സിൽ നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ചില ടെക്നിക്കുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് എല്ലാം മോശമാണെന്നല്ല പറയുന്നത്, ഒട്ടേറെ നല്ലതുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒട്ടേറെ സംഗതികൾ, കുട്ടനാട്ടിലത്തെ പെട്ടിയും പറയും പോലും വളരെ നല്ലൊരു ഇന്നോവേഷനാണ്. പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി ഏറ്റവും മോശമാണെന്ന് നമ്മളിവിടെ കോളേജുകളിൽ വന്നിട്ടുള്ള പലർക്കും അറിയാം. അതിനെ ശരിപ്പെടുത്താൻ വേണ്ടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂഡൽഹി കുമരകത്തുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു പ്രോജക്റ്റ് കൊടുത്തിരുന്നു. അദ്ദേഹം ഒരു ടെക്നോളജിയിൽ അത്ര വിദഗ്ധനല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നെ കൂടി അതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഗൈഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 കൊല്ലം നടത്തിയ ഒരു പ്രോജക്റ്റിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചില രീതികളൊക്കെ കണ്ടെത്തി. പക്ഷെ അത് പ്രയോഗവൽക്കരിക്കുവാൻ ചെറിയ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പെട്ടിയും പറയും അതിനുവേണ്ടി മട വീഴുമ്പോൾ വെക്കുന്ന പമ്പുകൾ, വളരെ പെട്ടെന്ന് വെക്കുന്ന, ഇതിൻ്റെ പിന്നിൽ ഒക്കെ ഒട്ടേറെ നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒട്ടേറെ ചില ചരടുകളുണ്ട്. അപ്പോൾ അതുകൂടി പരിഹരിക്കാതെ ടെക്നോളജി കൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അവിടെയാണ് നമ്മൾ സമൂഹത്തിലുള്ള ആളുകൾ മുഴുവൻ കമ്മ്യൂണിറ്റിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഈ കുട്ടികൾക്ക് അവിടെ തന്നെ ജീവിക്കുന്ന കുട്ടികളാണ്, ജനിച്ച് വളർന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരും കൂടി താല്പര്യമെടുത്ത് ചെയ്യുന്ന പ്രോജക്റ്റിന് അവർക്ക് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി കൂടുതൽ താല്പര്യം കാണിക്കും. അങ്ങനെ ടെക്നോളജി ഇൻഫ്യൂഷൻ നമുക്ക് കൂടുതലായിട്ട് സാധിക്കും. ഇപ്പോൾ ടെക്നോളജിക്കൽ അല്ലാത്ത കോളേജുകളുണ്ട്, അവർക്ക് സയൻസ് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള പല രീതികളിലും ഇതിൻ്റെ സ്ട്രാറ്റജികൾ തീരുമാനിക്കുന്നതിലൊക്കെ തന്നെ അതെല്ലാം തന്നെ ഇതിലുള്ള ഒരു പ്രോജക്റ്റാണ്. അല്ലാതെ നമ്മളിതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള സൊല്യൂഷൻ മാത്രമല്ല, ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ള സ്ട്രാറ്റജി വരെ ഉള്ളത് ഈ ഇന്നൊവേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വരാത്തതായിട്ടൊന്നുമില്ല. ഏത് പ്രോജക്റ്റിനും അതിനെ നമ്മൾ ആ ചാലഞ്ച് ക്വസ്റ്റ്യനെ നമ്മൾ പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്യണമെന്നേ. ഇന്നേ ഒരു പ്രശ്നത്തെ ഞങ്ങൾ ഇന്നേ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ ഫലം അവർ പറയുന്നു. അത് സക്സസ് ആയിരുന്നോ അല്ലെങ്കിൽ സക്സസ് ആയില്ലയോ, സക്സസ് ആയില്ലെങ്കിൽ എന്തുകൊണ്ട്, സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് സഹായിച്ചുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ നമുക്കെല്ലാം അറിയാമല്ലോ 8 or 10 പുതിയ പ്രോജക്റ്റുകൾ അതിൽ നിന്ന് തന്നെ പിന്നീട് വരും, അടുത്ത കൂട്ടിരിപ്പ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ ടോപ്പിക്കിന് ഈ ഒരു ഫോക്കസ് ഉണ്ട്. YIP ഉള്ളതിന് ആ രീതിയിലുള്ള ഒരു പെർട്ടിക്കുലർ ഫോക്കസ് ഇല്ല. എന്ത് ഇന്നോവേഷനും അവിടെ എടുക്കും. ഇതിൽ നമ്മൾ ഈ ഒരു ഫോക്കസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കൊല്ലവും ആലപ്പുഴയും പരിസ്ഥിതിപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുള്ള ജില്ലയാണ്. ആലപ്പുഴ പ്രത്യേകിച്ചും വളരെ കൂടുതൽ പ്രശ്നങ്ങൾ. ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇരിക്കുന്ന എല്ലാ കൊല്ലങ്ങളിലും എനിക്കറിയാം. അതിനു മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ 1978 അന്ന് പരിഷത്തിൻ്റെ ഒരു പഠന സംഘം നടത്തിയ ഒരു കുട്ടനാട് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായപ്പോൾ ഉണ്ടായിരുന്നു ജോലി. അതിൽ അന്ന് അവരുടെ ഫൈനൽ സ്റ്റേജ് ഓഫ് ഫീൽഡ് വിസിറ്റ് ചെയ്യാനെന്ന് പോയപ്പോൾ അവിടെയുള്ള കനാലുകളിലത്തെയൊക്കെ മലിനീകരണത്തിൻ്റെ നിലവാരം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ പണ്ട് ഒരു കാലത്ത്, അതായത് 80കളിലാണെന്ന് തോന്നുന്നു, ഒരു മത്സ്യങ്ങളൊക്കെ ചത്തുപോകുന്ന ഒരു പ്രത്യേക ഒരു രോഗം വന്ന് അത് വലിയൊരു പ്രശ്നമായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പത്മ ആയിരുന്നു അന്നത്തെ പിന്നെ കൃഷി മന്ത്രി, കോഴിക്കോട്ടുകാരിയാണ്. അവർ അന്ന് ഇത് ആർക്കും ഗവൺമെൻറ്റിലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും കണ്ടെത്താൻ പറ്റാഞ്ഞിട്ട് അന്ന് ഈ നമ്മുടെ ഇമെയിലൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു മെസ്സേജ് നെറ്റിലിട്ടു. അതായത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സൊല്യൂഷൻ അറിയാവുന്നവർ അയക്കണം, ഞങ്ങൾക്ക് നിർദ്ദേശം തരണം എന്ന് പറഞ്ഞപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരു 1-2 സജഷൻസ് വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരെണ്ണം ഈജിപ്തിൽ നിന്നാണ് വന്നത്, ഒന്ന് വേറെ ഏതോ ഒരു ചെറിയൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണ് വന്നത്. അതിൽ ഒരെണ്ണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇതിൽ കുറച്ച് ചുണ്ണാമ്പ് ചേർത്തി കഴിഞ്ഞാൽ ഇതിന് മത്സ്യത്തിൻ്റെ സ്കിന്നിനും ബോഡിയിലും വന്നിരിക്കുന്ന ലീഷൻസ് അത് കുറയ്ക്കാൻ ഇത് പറ്റും. അതായത് കൈൻഡ് ഓഫ് എൻ അസിഡിറ്റി,
അവിടെ തന്നെ ഇതേ കുട്ടനാട്ടിലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഡച്ച് എൻവയൺമെൻറ്റ് മിനിസ്ട്രിയും കൂടി ജോയിൻ്റ് ആയിട്ട് കുട്ടനാട് വാട്ടർ ബാലൻസ് സ്റ്റഡി എന്ന് പറഞ്ഞ് ഒരു വലിയൊരു ഗവേഷണം നടത്തി 14 വോളിയം റിപ്പോർട്ട് ഉണ്ടാക്കിയത്. പക്ഷെ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ നിലയിൽ അതിന് 300 കോടി രൂപ വേണമായിരുന്നു. അന്ന് 300 കോടി എന്നുള്ളത് കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ വലിയൊരു തുകയാണെന്നുള്ളത് കൊണ്ട് അത് ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പ്രാദേശികമായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഇതിൻ്റെ കീഴിൽ വരും എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം പലപ്പോഴും നമ്മുടെ മേഖലയിൽ മാത്രമേ പ്രോബ്ലംസ് കാണുള്ളൂ. അതുകൊണ്ടാണ് കുട്ടികൾ തന്നെ ഇത് കാണട്ടെ, അവർക്ക് ലിമിറ്റ്സും ബൗണ്ടറീസും ഇല്ല. അത് ഒത്തിരി കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മെൻറ്റേഴ്സിനെ അതിനെ അവർക്കൊന്ന് ഗൈഡ് ചെയ്ത് അവരെ ഒന്ന് കളത്തിലേക്ക് മാറ്റിക്കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രോജക്ട്സ് വരും. സാർ നമുക്ക് അവരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഇടപെടലും അധ്യാപകരെ ദയവേത് ഇടപെടണം. സാറേ നമസ്കാരം, ഞാൻ രഞ്ജു ആണ്, കോളേജിൽ നിന്ന്. എന്റെ വോയിസ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സംസാരിക്കുന്നത് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരുന്നു. സാറേ, നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുന്നു? ഓക്കെ, എനിക്ക് ആണെന്ന്. അപ്പൊ ആദ്യമായിട്ടായിരുന്നു മീറ്റിംഗ്. അതെ, രഞ്ജു. മുഴുവനായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് എന്റെ ഏറെക്കുറെ വിദ്യാർത്ഥികളെല്ലാം ഇതിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ മീറ്റിംഗുമായിട്ട് കേൾക്കുന്നതെന്ന് തോന്നുന്നു. ആദ്യം വേറൊരു മിക്സ് ആയിരുന്നു ഇതിനൊപ്പം. അപ്പൊ ഇപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഒന്ന് വീഡിയോ ഓഫ് ചെയ്താൽ ശരിയാവും. ഓക്കെ, ഇനി വീഡിയോ ഓഫ് ചെയ്തിട്ട് ഓഡിയോ മാത്രം. ഓക്കെ. അടുത്ത ഇപ്പൊ കേൾക്കാവോ സാർ? ഓക്കെ. അപ്പം ആദ്യമായിട്ടാണ് കുട്ടികൾക്കെല്ലാം ഈ ഒരു പ്രോജക്റ്റിനായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് കൂടെ ഇതിനകത്ത് സാധിച്ചത് സാർ. അപ്പം അവർ ഏറെക്കുറെ അവർക്ക് ഇന്നൊരു കൺഫ്യൂഷൻസ് മാറി കിട്ടി കാണും. പക്ഷെ ഒരു സെഷനോട് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ അവരെ ആക്റ്റീവായിട്ട് ഈ കോളേജിലെ കുട്ടികൾ നമുക്കൊന്ന് ഇൻവോൾവ്മെന്റ് ആക്കാൻ പറ്റും ഈ പ്രോജക്റ്റിനകത്ത്. തീർച്ചയായിട്ടും വേണ്ടി വന്നാൽ നിങ്ങളുടെ കോളേജിലുള്ള ആളുകൾക്ക് ആ ഗ്രൂപ്പുകൾക്ക് മാത്രമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു 1/4 മണിക്കൂർ സെഷൻ നമുക്ക് നേരിട്ട് സംസാരിക്കാം. കോർഡിനേറ്റേഴ്സും ഞാനും ഇരിക്കാം. നിങ്ങളും പിന്നെ നിങ്ങളുടെ കുട്ടികളും കൂടി ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്താലും മതി, ഒരു പ്രശ്നം. തീർച്ചയായിട്ടും സാറേ. അത് നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി എപ്പോഴാ വേണ്ടത്. തീർച്ചയായിട്ടും വെരി ഗുഡ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് നമ്മളുടെ കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡിങ്സ് ഉണ്ട്. ക്ലാസ്സുകളിലെല്ലാം 10 വീഡിയോ ഉൾപ്പെടുന്ന അത് റെഡി ആവുന്നേ. ശരി, ഇനി അടുത്ത എല്ലാരും ഒന്ന് സംസാരിക്കണം. സാർ നമസ്കാരം, ഞാൻ ജോസ് മാത്യു ആണ് സാർ, ആലപ്പുഴ ST കോളേജിൽ നിന്നാണ്. സാർ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ സാർ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സാർ താങ്ക് യു. സാർ എന്റെ കുറെ സ്റ്റുഡൻസ് ഇന്നാണ് ആദ്യത്തെ ക്ലാസ്സിലായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയത്. ശരിക്കും കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കുറച്ച് സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ അടുത്തൊക്കെ ദിവസം അവരോട് കൃത്യമായിട്ട് ഏതാണ്ട് ഒരു 4-5 ഗ്രൂപ്പോളം കുട്ടികൾ ആക്റ്റീവ് ആണ് ഇതിൽ. അവർക്കുള്ള പ്രോജക്റ്റുകളൊക്കെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ടൈറ്റിൽസ് ഒക്കെ ധാരണയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്ന ഇമെയിൽ ID-യിലേക്ക് ഞാൻ ടൈറ്റിൽസ് ഒന്ന് ഷെയർ ചെയ്യാം സാർ. അപ്പം അത് ആപ്റ്റ് ആകുമോ എന്നുള്ള കാര്യങ്ങളൊന്ന് പറയുന്ന ഉപകാരമായിരിക്കും. മറ്റൊന്ന്, പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സാറ് പറഞ്ഞതുപോലെ ഒരു റെഡി ടു റെഫറൻസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ, അത് പ്രോജക്റ്റ് സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിയോ സംതിങ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റെഡി റെഫറൻസ്, ഒരു ചെറിയ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ
കമ്പോണന്റ് ആയിട്ടോ അല്ലെ ഈ കണ്ടന്റ് ആയിട്ടോ അല്ലെ കിട്ടുകയാണെങ്കിൽ അതെ കുറച്ചും ശരി കൂടെ യൂണിഫോം ആകാൻ വേണ്ടിയും കൂടെ അത് സഹായകരമാകും. അത് വാല്യുവേഷൻ ശരി. സമയത്ത് ആണെങ്കിലും ഗ്രൂപ്പിനാണെങ്കിലും അത് കൂടുതൽ ഉപകാരപ്പെടും എന്ന് തോന്നുന്നു. അപ്പൊ ഒരേ ഫോർമാറ്റിൽ വരാൻ ചാൻസ് ഉണ്ടാവുമല്ലോ ആ സബ്മിഷനുകൾ. അപ്പൊ അതും നന്നായിരിക്കും എന്ന് തോന്നുന്നു. അത് ചെയ്യും. ബുക്ക്ലെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് വർക്ക് ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുട്ടികളുടെ ഓരോ ദിവസത്തെ അപ്ഡേഷനുകൾ ഞാൻ ഉൾക്കൊള്ളിക്കാം. എനിവേ വലിയ സന്തോഷം തന്നെ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ ഭാഗമാകാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വെക്കേഷന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു സർ. താങ്ക് യു. ഈ വർക്ക് ബുക്കിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ പോയിന്റ്സ് കുറിച്ചിടാനകത്ത് കേട്ടോ, അവർക്ക് അറിയാം. ഷുവർ സർ ആഡ് ചെയ്യാം സർ. ഓക്കെ, ഇനി അടുത്ത ആരാ? സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഏറ്റവും ഒരു നല്ല വേദിയാണ്, എല്ലാം അത് പ്രയോജനപ്പെടുത്തുക പ്ലീസ്. അത് മാത്രമല്ല, നമുക്ക് പരസ്പരം കണ്ട് ആ മുഖമൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്കൊരു ആ രീതിയിൽ നമ്മളുമായിട്ടൊരു കണക്ഷൻ വരുമല്ലോ. ഞാൻ ഒന്ന് രണ്ടുപേരെ വിളിക്കാം. ടിൻഡു ടീച്ചർ ഒന്ന് ഇടപെടണം. ഹലോ, ഓൺലൈൻ ഉണ്ടോ ടിൻഡു മാഡം? ബാലകൃഷ്ണ സാറുണ്ടല്ലോ മീറ്റിംഗിനുണ്ട്, സാറിന് വിളിക്കും. താങ്ക് യു. ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ശരിക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടൊന്ന് കയറാനും മനസ്സിലാക്കാനും പറ്റിയത്. കഴിഞ്ഞ ദിവസം വരെ നമുക്ക് കുട്ടികൾക്ക് S3യുടെ എക്സാം നടക്കുകയായിരുന്നുകൊണ്ട് ഇപ്പോഴാണ് അവരൊന്ന് ഫ്രീ ആയതും കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കുട്ടികളെ കയറ്റാനും പറ്റിയത് ഇപ്പോഴാണ്. ഞങ്ങൾക്ക് എത്ര കുട്ടികളാണ് പ്രോജക്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ നമ്പർ സാറിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബുക്ക്ലെറ്റ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഇതേപോലെ തന്നെ SD കോളേജിലെ സാറ് പറഞ്ഞ പോലെ ഒരു റെഫറൻസ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ അകത്ത് വർക്ക് ബുക്കിൽ എങ്ങനെ എൻ്റർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ തന്ന് ഒരു ക്ലാസ്സും കൂടെ കുട്ടികളുടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച ഒരു ക്ലാസ്സും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു സർ. അതിനെ പറ്റിയ സമയം പറഞ്ഞാൽ ഞങ്ങൾ കറക്റ്റായിട്ട്. സർ, ഇപ്പം നമുക്ക് 3rd ശേഷം ആണ് എങ്കിൽ നന്നായിരുന്നു സർ. ഓക്കെ ശരി. ഇനി അടുത്ത പറയാത്ത ആരൊക്കെയാണ്? ഡോക്ടർ കൃഷ്ണപ്രിയ സംസാരിച്ചോ? ഇല്ലല്ലോ. ഇല്ല. കുട്ടികളുടെ മുമ്പോട്ട് വരട്ടെ. നമുക്ക് മറ്റുള്ള പ്രോഗ്രാംസ് കുട്ടികളാണ് ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. സെന്റ് മൈക്കിൾ രാജൻ സാറുണ്ടോ? സെന്റ് മൈക്കിൾസിൽ രാജൻ സാറുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ NRB ലൈനിലല്ലേ? NRB 2 വാചകം ഒന്ന് ഇവിടെ പല സ്ഥാപനങ്ങളും നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. വേറെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും പറഞ്ഞതുണ്ടോ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന? ബാലകൃഷ്ണൻ സാർ കേൾക്കുന്നില്ല തോന്നുന്നുണ്ട്, കാരണം ഇപ്പോഴും മ്യൂട്ടാണ്. ബാലകൃഷ്ണൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നമ്മുടെ ശ്യാമള ടീച്ചർ ഉണ്ട്. ശ്യാമള ടീച്ചർ ഉണ്ടോ? ഒന്ന് ഉണ്ട്. ഞാൻ ലിസ്റ്റ് നോക്കിയില്ല. അപ്പോൾ ടീച്ചർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് 2 വാചകം പറഞ്ഞ് നമ്മളെ മെന്റർ ടീച്ചേഴ്സിനൊക്കെ ഒരു ആവേശം. ഏകദേശം എല്ലാവർക്കും വിശന്നു തുടങ്ങി. സർ, എന്നെയാണോ വിളിച്ചത്? അതെ, ഒന്ന് എണീറ്റ് പോയപ്പോഴത്തേക്കാണ് വിളിച്ചത്. സോറി. അപ്പോ 2 വാചകം പറയണം. കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? നമ്മൾ നേരത്തെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും എല്ലാവരുടെയും ശ്രദ്ധയിൽ 2-3 പോയിന്റ് കൊണ്ടുവന്നാൽ. ഓരോ ഇപ്പം വെള്ളം വാട്ടർ സേവിങ്ങിനൊക്കെ അഗ്രികൾച്ചർ പർപ്പസിനും
സാർ പറഞ്ഞ പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഡൊമസ്റ്റിക് സെക്ടറിൽ 10%, ഇൻഡസ്ട്രിയിലെ 20%. അപ്പൊ ആ ഡൊമസ്റ്റിക് സെക്ടറിൽ തന്നെ 10% എന്നുള്ളത് ഇപ്പൊ ഞാൻ കാണുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ ചേർത്തലയിലൊക്കെ ഇത് പിന്നെ ജപ്പാൻ കുടിവെള്ളം എന്നും പറഞ്ഞുണ്ടല്ലോ സപ്ലൈ. എല്ലാ ആവശ്യത്തിനും എന്നെ സഹായിക്കാൻ വരുന്നവരോടൊക്കെ ഞാൻ പ്രത്യേകം പറയുന്നത് അതാണ്, കുടിവെള്ളമാണത്. അതെടുത്ത് കാല് കഴുകരുത്, അതെടുത്ത് തുണി നനയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞാലും എല്ലാ വീട്ടിലും ഇപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നിട്ട് പലയിടത്തും ഇപ്പം പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ബഹളമാണ് ഈ പഞ്ചായത്തിന്റെ ഗ്രൂപ്പുകളിലൊക്കെ. വെള്ളമില്ല, ഇതെന്താണ് ഓഫീസേഴ്സ് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. എന്നാൽ സമ്മർ റെയിൻ ഞാനിവിടെ പിന്നെ വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൂടാതെ തന്നെ ഫിൽട്ടർ ചെയ്യാതെ കളക്ട് ചെയ്യുന്ന വെള്ളമാണ് പാത്രം കഴുകാനും തുണി നനയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇത്രയും നാൾ കഴിഞ്ഞ് സമ്മർ റെയിൻ കിട്ടിയപ്പോഴും ഞാൻ ആ വെള്ളം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് ആയിട്ടുള്ള ടാങ്കുകൾ, വേസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ മാറ്റിയിട്ടിരുന്ന ടാങ്കുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണ് ഇപ്പം. അങ്ങനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഒരു ഇന്റഗ്രേറ്റഡ് എന്താ യൂസേജ്, ജപ്പാൻ കുടിവെള്ളം, പിന്നെ മഴവെള്ളം, അതുപോലെ തന്നെ ബോർ വാട്ടർ, കിണർ വെള്ളം, ഇത് ഏതൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനി നമുക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് വാട്ടറിൻ്റെ സോഷ്യൽ കമ്മ്യൂണിറ്റി ബിഹേവിയറിനെ കുറിച്ചിട്ട് ഡോക്ടർ AK.N. റെഡ്ഡി കർണാടകയിൽ അദ്ദേഹത്തിൻ്റെ പുരാ വില്ലേജ്, അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ടില്ല. IAS പ്രൊഫസറായിരുന്നു, ഇപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൽ വലിയ ഒരു കഥയുണ്ട്. പക്ഷെ അത് പറയാൻ ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കഥ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ അതിനെ അത് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ പ്രോജക്റ്റ് വിത്ത് ദ സ്റ്റുഡൻസ് അത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഈ യൂസ് ബിഹേവിയർ മാറ്റാൻ, ഈ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ ഡോക്ടർ ജയറാമൻ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, എനർജിയുടെ. പക്ഷേ ഈ വാട്ടറിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ട് ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പരീക്ഷണം നടത്തിയത് ഡോക്ടർ AK.N. റെഡ്ഡിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം അതിനെ എങ്ങനെ മാറ്റിയെടുത്തു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാം. ഏതായാലും അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അതായത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് കുട്ടികൾ അവരുടെ ചുറ്റുമുള്ള ഫാമിലീസിനെയും അതുപോലെയുള്ള അവിടുത്തെ ജനപ്രതിനിധികളെയൊക്കെ തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബിഹേവിയർ മാറ്റുന്നത് വളരെ എളുപ്പമുള്ള സംഗതിയല്ല. അതിന് ഒരുപാട് പ്രത്യേകിച്ചും വെള്ളം, ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബിഹേവിയർ ചേഞ്ച് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. കേരളത്തിൽ തന്നെ നമ്മൾ ഗോതമ്പ് പണ്ട് ഭക്ഷിക്കുമായിരുന്നില്ല. ഇലക്ട്രിസിറ്റി എല്ലാ ഗ്രാമങ്ങളിലും എത്തി, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം വിജയിച്ചു കഴിഞ്ഞ് അങ്ങനെ ഈ ഫ്ലോർ മിൽസ്, ഗോതമ്പ് പൊടിക്കാനുള്ള ഫ്ലോർ മിൽസ് ഗ്രാമങ്ങളിൽ വരെ എത്തിയ കഴിഞ്ഞപ്പോൾ വെറും 2 കൊല്ലം കൊണ്ടാണ് നമ്മൾ ചപ്പാത്തിയെയും പൂരിയെയും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് കേരളത്തിൽ എവിടെയുണ്ടായിരുന്നു? എൻ്റെ തന്നെ ജീവിതത്തിൽ ടീച്ചർക്കും. അപ്പോൾ ഈ വലിയൊരു റവല്യൂഷൻ, സാധാരണഗതിയിൽ ഒരു ഡിക്കേഡ്സ് വേണം ഫുഡിൻ്റെ ഹാബിറ്റ്സ് മാറ്റാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആധുനികമായിട്ടുള്ള പല സംഗതികളും നമുക്ക് ഹാബിറ്റ്സ് മാറ്റാനും ടെക്നോളജി ഉപയോഗിക്കാം. അതൊക്കെ ഇതിൻ്റെ ഒരു 2ാം ഘട്ടമായിട്ട് വരേണ്ടതാണ്. നമ്മൾ ആദ്യം നമ്മളെ കുട്ടികളെ തന്നെ ഇതിന് സജ്ജമാക്കി എടുത്താൽ കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. റെഡ്ഡിയുടെ സംഗതി ഞാൻ പറഞ്ഞ മാതിരി ഈ വെള്ളത്തിലെ TDS വലിയൊരു ഫാക്ടർ, ടോട്ടൽ ഡിസോൾവ്ഡ് സോൾവെന്റ്സ്. അത് ഹെൽത്തിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു? ഇപ്പൊ മഴവെള്ളമാണ് ഞാൻ ഒരു കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അതിലെ TDS കുറവായതുകൊണ്ട് ഞാനിപ്പം ജപ്പാൻ കുടിവെള്ളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കുടിക്കാനുള്ള വെള്ളം. അപ്പൊ അതിന്റെ ഒരു പിന്നെ ഹെൽത്തിലുള്ള ആ കോൺട്രിബ്യൂഷൻ TDSന്റെ പല വെള്ളത്തിലും ഈ TDS വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം കുട്ടികൾക്ക്. അത് മാത്രമല്ല, ഈ എയർ പൊല്യൂഷനിൽ 2.5 പാർട്ടിക്കുലേറ്റ്സ് അത് ഏറ്റവും ലോവസ്റ്റ്. അതിനെക്കുറിച്ചിട്ട് ഇപ്പം ഗ്ലോബലായിട്ട് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ട് പറയുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് ലിമിറ്റ്
ഇവിടെയൊക്കെ തന്നെ, ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെ പല സ്ഥലങ്ങളിലും ആ ലിമിറ്റ് എന്നോ എക്സീഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് ഇപ്പോൾ അവർ കണക്ട് ചെയ്തിരിക്കുന്നത് ഈവൻ പല ക്യാൻസറുകളും ഇൻക്ലൂഡിങ് ബ്ലാഡർ ക്യാൻസർ, ഇങ്ങനെയുള്ള ഒട്ടേറെ സാധാരണഗതിയിൽ എയർ പൊല്യൂഷൻ നേരിട്ട് ബാധിക്കാനിടയില്ലാത്ത ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതിന് ലോകമാസകലമുള്ള കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലത്തെ റിസർച്ച് റിപ്പോർട്ട്സ് മുഴുവൻ വേറൊരു ഗ്രൂപ്പ് സമ്മറൈസ് ചെയ്തിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ റീസെൻ്റ് 2 ആഴ്ച മുമ്പാണ് അത് റിലീസ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മൾ അവിടെയാണ് നമ്മൾ ഈ പരിസരം പഠിച്ച് നമ്മൾ അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന രോഗങ്ങൾ, അതിൻ്റെ കാരണങ്ങളിലേക്ക് ഇവർ അന്വേഷിച്ച് പോകുമ്പോൾ ഒട്ടേറെ ഗവേഷണങ്ങൾ PhD-കൾക്ക് പോലും വേണ്ടി വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരും. അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ പിന്നെയേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കുട്ടികൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇന്നേ വില്ലേജിൽ അല്ലെങ്കിൽ ഇന്നേ താലൂക്കിൽ ഇന്നേ രോഗം കൂടുതലാണ് എന്ന് കാരണവന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഇതിൻ്റെ ഇൻക്രീസ്. കുറേയൊക്കെ നമ്മൾ പണ്ട് ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലാതിരുന്നതുകൊണ്ട് അറിയപ്പെടാത്തതാണ്. അതിൽ നമ്മളെല്ലാം റോൾ ഡൗൺ ചെയ്യരുത്. ഇന്ന് ഉള്ള ഈ പ്രത്യേകിച്ചും എൻവയൺമെൻ്റലായിട്ടുള്ള പ്രോബ്ലംസ്, ഒട്ടേറെ പുതിയ രോഗങ്ങളും അതുകൊണ്ട് തന്നെ പുതിയ എക്സ്പെൻഡിച്ചറും നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ കുടുംബത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും മൊത്തത്തിൽ സമൂഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ബാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിത് അങ്ങോട്ടേക്ക് ഇതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് നമുക്ക് ഒരാൾക്കോ 2 ആൾക്കോ 10 ആൾക്കോ കണ്ടെത്താൻ പറ്റുന്നതല്ല. അവിടെയാണ് നമ്മൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇതുപോലെയുള്ള ഓരോ വിദ്യാലയത്തിൽ നമുക്കൊരു 6 ഗ്രൂപ്പിനെയെങ്കിലും അതിനു ചുറ്റുമുള്ള പ്രശ്നങ്ങളെ സെൻസ് ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ഇതായിരിക്കും. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോബ്ലം ഫ്രെയിം ചെയ്ത ഒരു കുട്ടിയെ ഡെഫിനറ്റായിട്ടും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അവനോട് സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും, കാരണം അത് ഫ്രെയിം ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് കണ്ണ് നട്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് നോക്കാം, നമ്മളെ കുട്ടികളുടെ പെർഫോമൻസ് നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ. ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പുള്ളിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അല്ലെങ്കിൽ ലിങ്ക് പ്രോബ്ലം എന്തെങ്കിലും കാണും. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മളിപ്പോ സാറ് പറഞ്ഞതിൽ നിന്നും നമ്മളൊരു കൺക്ലൂഷൻ എന്ന് പറയാവുന്നത്, എത്രയും പെട്ടെന്ന് ഈ പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ആ കൺസെപ്റ്റ് നമ്മളെ ഐഡിയ ഇമെയിലായിട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ സജഷൻസ് കൂടെ വെച്ചതിന് ശേഷം നിങ്ങൾ പൂർണ്ണമായി സ്റ്റഡി ചെയ്യുക. ആവശ്യത്തിന് സജസ്റ്റ് ചെയ്ത മാതിരി 1-2 ലെക്ചേഴ്സ് കൂടി നമ്മൾ ഉണ്ടാക്കും. അത് ടാർഗറ്റഡ് ആയിരിക്കും. ആർക്കാ ആവശ്യമുള്ള അവർക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അതിനുവേണ്ടി ഏത് വിദഗ്ധനെ എവിടെ നിന്ന് വേണമെന്ന് കണക്ട് ചെയ്ത് തരാം. ഫ്രം എനിവെയർ ഫ്രം ദ വേൾഡ്, അതൊരു പ്രശ്നമേ അല്ല. അതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ 1-2 ഫിസിക്കൽ മീറ്റിങ്സ്, അതായത് എന്താണ് പറയുക, ഓഫ്ലൈൻ. ഇപ്പോൾ ഓഫ്ലൈനായി, പണ്ട് ഓൺലൈൻ വന്ന ശേഷമാണ് ഇതൊക്കെ ഓഫ്ലൈൻ ആയത്. മറ്റും മീറ്റിംഗ് ആയിരുന്നു. നമുക്ക് 1-2 ഓഫ്ലൈൻ മീറ്റിംഗ് ആലപ്പുഴയിൽ താമസിയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഏപ്രിൽ 3 റീജിയനായിട്ട് ചെയ്യാം സാർ. ഓ, കുഴപ്പമില്ല. 3 റീജിയനിലായിട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് യാത്ര ചെയ്യാനും. അതെ, അത് നിങ്ങൾ കോർഡിനേറ്റേഴ്സ് ഈ മെന്റർ ടീച്ചേഴ്സുമായി ഒന്നുകൂടി ഇടക്കൊന്ന് ഫോണിലൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ അതിനൊരു പദ്ധതി ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്ന കാര്യം രത്നകുമാർ സാറും ഞാനും ഏറ്റു. ഓക്കെ സാർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം കയറാനല്ലേ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ, നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അതിനകത്തുണ്ട്. 10 ക്ലാസ്സിന്റെ വീഡിയോ ഇതിനകത്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്പർ 1. നമ്പർ 2, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഒരു ഐഡിയ ഇമെയിലായിട്ട് അയക്കുക. നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് തരാം. വി വിൽ റെസ്പോണ്ട്. വോട്ടർ താങ്ക്സ് പറയാനായിട്ട് ഇതിന്റെ കോർഡിനേറ്റർ മധുകൃഷ്ണൻ ക്ഷണിക്കും, പ്ലീസ്. നമസ്കാരം. എന്തായാലും വളരെ സന്തോഷത്തോടെയാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. സന്തോഷമുണ്ട്. അതിന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ ചാനൽ കാണുമ്പോഴും അതിനെപ്പറ്റി ഒരു കുറിപ്പ് കൂടി എഴുതാൻ, എന്താണ് എന്ന് കിട്ടിയത് എന്നൊരു കുറിപ്പും കൂടി എഴുതിയാൽ നമ്മുടെ റിപ്പോർട്ടിലേക്ക് വളരെ അത് ഗുണകരമാവുന്നതാണ്. ഒരു ചെറിയ സജഷൻ പറയാനുള്ളത്.
ഇനി പറയാനുള്ളത് വോട്ട് ഓഫ് താങ്ക്സ്. ആരോട് നന്ദി പറയുന്നു എന്നാണ്. നമ്മളെല്ലാം പ്രകൃതിക്ക് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും ഒക്കെ ഓരോ നിമിഷം പ്രവർത്തിക്കുന്ന അധ്യാപകരാണ്, വിദ്യാർത്ഥികളാണ്, പ്രമുഖരാണ്. നമ്മളുടെ ഒരു കടമയാണ് ഇതെല്ലാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ, നമ്മളുടെ നാടിനെ, നമ്മുടെ തലമുറയെ രക്ഷിക്കാനുള്ള നമ്മുടെയൊക്കെ ലക്ഷ്യം, നമ്മുടെ ശ്രമങ്ങൾ തന്നെ പരമാവധി സമയം നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ വളരെ അഭിമാനത്തോടെ, സ്നേഹത്തോടെ നന്ദി സൂചിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.